ഈ PJ ആൻ്റണി ജന്മശതാബ്ദി ആഘോഷം ഇന്നും നാളെയുമായി നടക്കുന്ന ഈ ജന്മശതാബ്ദി ആഘോഷത്തിൻ്റെ ഉദ്ഘാടന സെഷനിലേക്ക് എല്ലാ വിശിഷ്ട അതിഥികളും കടന്നിരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. പ്രശസ്ത സാഹിത്യകാരനായ KP രാമനുണ്ണി, അതിനേക്കാളുപരി സാഹിത്യ അക്കാദമിയുടെ മലയാളം അഡ്വൈസറി ബോർഡിൻ്റെ കൺവീനർ രാമനുണ്ണി സാർ, ഇതിൻ്റെ ഉദ്ഘാടകനായിട്ടുള്ള പ്രശസ്ത സിനിമാ സംവിധായകൻ KP കുമാരൻ മാഷ്, മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്ന പ്രശസ്ത എഴുത്തുകാരനും ചലച്ചിത്ര അഭിനേതാവും സംവിധായകനുമൊക്കെയായ ശ്രീ മധുപാൽ, ആശംസാ പ്രഭാഷണം നിർവഹിക്കുന്ന ഈ പരിപാടിയുടെ സംഘാടകരിൽ ഒരാളും ഭാരത് ഭവൻ്റെ മെമ്പർ സെക്രട്ടറിയുമായിട്ടുള്ള, അതിനേക്കാളുപരി മലയാളത്തിൻ്റെ പ്രഗത്ഭനായ പ്രശസ്തനായ നാടകകാരനും സിനിമാ സംവിധായകനുമൊക്കെയായിട്ടുള്ള പ്രമോദ് പയ്യന്നൂർ, മറ്റ് ഒരു പ്രമുഖ സംഘാടക ഗ്രൂപ്പ് ആയ നാട്യഗ്രഹത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ PV ശിവൻ അവർകൾ, കൃതജ്ഞത പറയേണ്ട നാട്യഗ്രഹത്തിൻ്റെ ചെയർമാനായിട്ടുള്ള പ്രസിദ്ധ നടനും കൂടിയായിട്ടുള്ള അദ്ദേഹത്തെ എല്ലാവർക്കും പരിചിതം ആണ് എന്ന് വിചാരിക്കുന്നു, MV ഗോപകുമാർ, ഇത്രയും പേരെ ഈ സ്റ്റേജിലേക്ക് കടന്നിരിക്കാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഉദ്ഘാടന സെഷൻ ആരംഭിക്കുകയാണ്.
ഇന്ന് രാവിലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരമായ ഒരു വാർത്ത കേൾക്കുകയുണ്ടായി. പ്രഗത്ഭനായ അധ്യാപകനും കവിയുമായ ഡോക്ടർ ചായം ധർമ്മരാജൻ അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് ഇന്ന് രാവിലെ നമ്മളെ തേടിയെത്തിയത്. എനിക്ക് വ്യക്തിപരമായി, പ്രത്യേകിച്ച് അലിയാർ സാറിനൊക്കെ ഞങ്ങൾ സഹപ്രവർത്തകരായും കൂടി ഇരുന്നു. ഞങ്ങൾക്ക് വ്യക്തിപരമായും ഏറെ ദുഃഖമുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. പുരോഗമന സാഹിത്യത്തിൻ്റെ വക്താവായി നിന്നിരുന്ന വളരെ ശ്രദ്ധേയമായ സംഭാവന നൽകിയ കവിയെ, അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ നമ്മൾ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമ്മൾ അനുശോചിക്കുകയാണ്. ഏറ്റവും പുറയിലിരിക്കുന്നവർ ദയവായി മുന്നോട്ട് വന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിന് നിങ്ങൾ കുറച്ച് അടുത്തിരിക്കുന്നതായിരിക്കും പ്രഭാഷകർക്ക് സന്തോഷകരം എന്ന് തോന്നുന്നു. ഏറ്റവും ബാക്കിലിരിക്കുന്നവർ ദയവായി മുന്നിലേക്ക് വരണം എന്ന് അപേക്ഷിക്കുകയാണ്. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് മലയാളത്തിൻ്റെ പ്രമുഖ കലാകാരനും നാടകകാരനുമായ PJ ആൻ്റണിയുടെ സ്മരണ ഓർമ്മിപ്പിക്കുന്ന ഒരു ഭദ്രദീപം കൊളുത്തിക്കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ നാടകത്തിലെ അദ്ദേഹം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച, അല്ലെങ്കിൽ കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹം നമുക്ക് മുന്നിൽ വച്ച ആശയങ്ങളുടെ ലോകത്തെ സംക്ഷിപ്തമായി പ്രസൻറ്റ് ചെയ്യുന്ന ചെറിയ ഒരു പെർഫോമൻസാണ് ഇപ്പോൾ ആദ്യം നടക്കുന്നത്. ഭദ്രദീപം കൊളുത്തൽ ആ നിലയിൽ തിയേറ്ററിന് വേണ്ടി ജീവിച്ച അദ്ദേഹത്തിൻ്റെ ആത്മാവിനോട് പൊരുത്തപ്പെട്ടുകൊണ്ട് ഭാരത് ഭവൻ, പ്രത്യേകിച്ച് പ്രമോദ് പയ്യന്നൂർ സാർ ഒരു നിമിഷത്തെ ആലോചന കൊണ്ട് രൂപപ്പെടുത്തിയ ആ ഭദ്രദീപം കൊളുത്തൽ എന്ന ചടങ്ങ് ഇപ്പോൾ നടക്കുന്നു. PJ ആൻ്റണി സർഗാത്മകതയുടെ പ്രഗത്ഭനായ പ്രയോക്താവ്, ചലച്ചിത്ര നടൻ, സാംസ്കാരിക പ്രവർത്തകൻ. അദ്ദേഹത്തിൻ്റെ ഒരു നാടകത്തിലെ പ്രസക്തമായ സംഭാഷണങ്ങളുമായി ഇതാ ഒരു കഥാപാത്രം കടന്നു. ഇല്ല, ഞാൻ മാപ്പ് പറയില്ല. കാരണം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തവനാണ് മാപ്പ് പറയേണ്ടത്. അതുപോലെ ഞാൻ പിഴയും അടയ്ക്കില്ല. ചെയ്യാത്ത കുറ്റത്തിന് പിഴയടയ്ക്കുന്നതിനേക്കാൾ ഉത്തമം മരണമാണ്. എന്റെ ജീവഹാനിക്ക് വേണ്ടി പരിശ്രമിച്ചവരോട് എനിക്കൊരല്പം പോലും വിരോധമോ ദേഷ്യമോ ഇല്ല. പക്ഷെ എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. എന്റെ മക്കൾ വളർന്നു വരുമ്പോൾ പുണ്യത്തെക്കാൾ കൂടുതൽ അവർ ധനത്തെയും മറ്റെന്തെങ്കിലുമാണ് സ്നേഹിക്കുന്നതെങ്കിൽ, നിസാരന്മാരായിരുന്നു കൊണ്ട് മഹാന്മാരായി ഭാവിക്കുന്നുവെങ്കിൽ, ഒന്നും അറിയാത്തവരായിരുന്നു കൊണ്ട് എല്ലാം അറിയുന്നവരായി നടിക്കുന്നുവെങ്കിൽ, ഞാൻ നിങ്ങളെ ശാസിച്ചതുപോലെ നിങ്ങൾ അവരെയും ശാസിക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതെനിക്കും എന്റെ മക്കൾക്കും ഈ ലോകത്തിലും ലഭിക്കുന്ന ഏറ്റവും വലിയൊരു നീതിയായിരിക്കും. ഇനി നമുക്ക് പിരിയാം. ഞാൻ മരണത്തിലേക്കും നിങ്ങൾ ജീവിതത്തിലേക്കും. ഈ രണ്ടിൽ ഏതാണ് ഉത്തമമെന്ന് ദൈവത്തിന് മാത്രമറിയാം. ദൈവത്തിനും മാത്രം. പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കായി ഒരു അല്പം വെളിച്ചം പറയാം.
ഉദ്ഘാടന സെഷൻ ആരംഭിക്കുകയാണ്. അതിൽ പ്രധാനമായും ഉദ്ഘാടന പ്രസംഗമാണ്, അധ്യക്ഷ പ്രസംഗവും അതുപോലെ ആശംസാ പ്രസംഗമൊക്കെയാണുള്ളത്. അതിൻ്റെ ഒരു ഔപചാരിക ചടങ്ങെന്ന നിലയിൽ ഒരു സ്വാഗതം ഉണ്ട്. സ്വാഗതം ആശംസിക്കേണ്ടത് സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി ശ്രീനിവാസ റാവു ആയിരുന്നു. ജോലി സംബന്ധമായ ചില അടിയന്തര തിരക്കുകൾ കാരണം ഡൽഹിയിൽ നിന്ന് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ കർത്തവ്യം ഞാൻ നിറവേറ്റണം എന്ന് ഞങ്ങളുടെ കൺവീനർ, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ കൂടിയായ രാമനുണ്ണി സാറ് പറഞ്ഞു. അത് ശിരസ ഏറ്റുവാങ്ങിക്കൊണ്ട് ഞാൻ ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുകയാണ്. PJ ആൻ്റണി എന്ന കലാകാരനെക്കുറിച്ച് ഇന്നും നാളെയുമായി നടക്കുന്ന ഗൗരവതരമായ പ്രഭാഷണങ്ങളുടെയും സെമിനാറുകളുടെയും ഉള്ളറകളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഏറ്റവും സംശുദ്ധമായ നിലയിൽ തൻ്റെ ആശയങ്ങളെ അവതരിപ്പിച്ച കലാകാരനായിരുന്നു PJ ആൻ്റണി എന്നതുകൊണ്ടാണ് ഒരുപക്ഷെ PJ ആൻ്റണി എന്ന കലാകാരൻ ഇന്നും നാളെയുമായി സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായി ആ ജന്മശതാബ്ദി ആഘോഷിക്കപ്പെടുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ കൊല്ലത്ത് പട്ടത്തുവിള കരുണാകരൻ്റെ ജന്മശതാബ്ദി ആഘോഷിക്കുകയുണ്ടായി. അത് ഒരു ദിവസത്തെ പരിപാടിയായിരുന്നു. സാഹിത്യ അക്കാദമിയുടെ 10 പേർ അടങ്ങുന്ന അഡ്വൈസറി ബോർഡാണ് സാഹിത്യ അക്കാദമി എന്ന് പറയുമ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി എന്നാണ് ഉദ്ദേശിക്കുന്നത്, കേരള സാഹിത്യ അക്കാദമി എന്നല്ല. ആ അക്കാദമിയുടെ പുതിയ അഡ്വൈസറി ബോർഡ് വന്നതിന് ശേഷം ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലുമൊക്കെ ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവാം, ഞങ്ങൾ പരമാവധി അനുസ്മരിക്കേണ്ട ആളുകളെ അനുസ്മരിക്കുകയും സമകാലികമായ വിഷയങ്ങളെ ഗൗരവതരമായി അവതരിപ്പിക്കുന്ന സെമിനാറുകളും സിംബോസിയങ്ങളും സംഘടിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ നിലയ്ക്ക് ആലോചിച്ചപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ആഘോഷിക്കുന്ന സെൻറ്റിനറി 2 ദിവസമായി PJ ആൻ്റണിയുടെ സെൻറ്റിനറി വേണം എന്ന നിർദ്ദേശം ഞാൻ കൺവീനറോട് പറയുകയും അദ്ദേഹം അത് ആ അഡ്വൈസറി ബോർഡിൽ പാസ്സാക്കി തരികയും ചെയ്യുകയുണ്ടായി. PJ ആൻ്റണിയെപ്പോലൊരു കലാകാരനെ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഏതെങ്കിലും ഒരു സാഹിത്യ രൂപത്തിലോ കലാരൂപത്തിലോ ഒതുങ്ങുന്നില്ല എന്ന് നമുക്കറിയാം. അദ്ദേഹം പ്രധാനമായും നാടകകൃത്തായിരുന്നു എന്ന് നമുക്കറിയാം. നാടക സംവിധായകൻ, പ്രത്യേകിച്ച് സാധാരണക്കാരായ മനുഷ്യരെയൊക്കെ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത് ഭരത് അവാർഡ് മലയാളത്തിലേക്ക് കൊണ്ടുവന്ന ഒന്നാമത്തെ പ്രഗത്ഭനായ നടൻ എന്ന നിലയിലാണ്. അപ്പോൾ അഭിനേതാവ് എന്ന നിലയിൽ, ഗാനരചയിതാവ് എന്ന നിലയിൽ, സംഗീത സംവിധായകൻ എന്ന നിലയിൽ, കവി എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ ഒരു കവിതാസമാഹാരവും പുറത്തു വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ആ നിലയിൽ ബൃഹത്തായ സംഭാവനയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ആ നൽകിയ സംഭാവനയുടെ വലിപ്പമല്ല അദ്ദേഹത്തിൻ്റെ വലിപ്പം എന്നാണ് ഞാൻ വ്യക്തിപരമായി വിചാരിക്കുന്നത്. ആ വ്യക്തിയുടെ കലാകാരൻ എന്ന നിലയിൽ PJ ആൻ്റണി മുന്നോട്ട് വെച്ച ആ നിലപാടിൻ്റെ, അത് പലപ്പോഴും നിഷേധാത്മകമായിരുന്നു എന്ന് നമുക്കറിയാം. നിഷേധാത്മകതയുടെ സൗന്ദര്യത്തെ, പ്രതിരോധത്തിൻ്റെ സൗന്ദര്യത്തെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച, പ്രത്യേകിച്ച് നിസ്വവർഗത്തിൻ്റെ ആശയങ്ങളെ മുന്നോട്ട് വെച്ച, അതത് കാലത്ത് ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ചരിത്രഘട്ടങ്ങളിലുണ്ടായിട്ടുള്ള സംഭവങ്ങളോട് കലയിലൂടെ സധൈര്യം പൊരുതിയ, അടിയന്തരാവസ്ഥയെക്കുറിച്ചൊക്കെ അദ്ദേഹം എഴുതിയ നാടകത്തെയാണ് ഞാൻ ഓർക്കുന്നത്. സ്വാതന്ത്ര്യ സമര പോരാളി, സൈനികനായിരുന്നു പല നിലകളിൽ. അതിവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയമാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നത് ശരിയല്ല. നമ്മൾ കുറച്ച് വൈകിട്ടാണ് ഇത് തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളതും പ്രധാനമാണ്. ഏറ്റവും മഹാനായ കലാകാരൻ്റെ ജന്മശതാബ്ദി, PJ ആൻ്റണിയുടെ ജന്മശതാബ്ദി ഇന്നും നാളെയുമായി ഇവിടെ നടക്കുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷനായിരിക്കുന്നത് ഞങ്ങളുടെ സാഹിത്യ അക്കാദമിയുടെ മലയാളം അഡ്വൈസറി ബോർഡിൻ്റെ കൺവീനർ കൂടിയായ പ്രശസ്ത സാഹിത്യകാരൻ
KP രാമനുണ്ണി സാറാണ്. ഞങ്ങളുടെ ഈ സാംസ്കാരിക പ്രവർത്തനത്തിന് എല്ലാം ചുക്കാൻ പിടിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഞങ്ങൾ ഈ പരിപാടികളെല്ലാം സംഘടിപ്പിക്കുന്നത്. വളരെ സമയമെടുത്ത് ഞങ്ങൾ ചർച്ച ചെയ്ത് അങ്ങനെ തീരുമാനിച്ച പ്രോഗ്രാമുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയും ആ നിലയിലാണ് ഇന്ന് ഞങ്ങൾക്കിവിടെ സഫലമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏറ്റവും ക്രിയാത്മകമായി സാഹിത്യരംഗത്ത് ഇടപെടുന്ന ഒരാളെന്ന നിലയിൽ ഏറ്റവും ജനാധിപത്യം എഴുത്തിലും ജീവിതത്തിലും സൂക്ഷിക്കുന്നയാളെന്ന നിലയിൽ അദ്ദേഹത്തോടൊപ്പമുള്ള പ്രവർത്തനം ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമാണ്. ശാസിക്കേണ്ട സമയത്ത് ഞങ്ങളെ ശാസിക്കാറുണ്ട്. പക്ഷേ അതിനുള്ളിലും വലിയ സ്നേഹത്തിൻ്റെ കുളിർ അനുഭവിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന ഈ കമ്മിറ്റിയിലെ മുഴുവൻ ആളുകൾക്കുമുള്ളത്. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യം ഈ സന്ദർഭത്തിലും ഞാൻ ഓർക്കുകയാണ്. എന്തിനാണ് ഒരു കാലഘട്ടത്തിൽ ഒരു എഴുത്തുകാരൻ എഴുതുന്നത് എന്ന ചോദ്യത്തിന്, ആ എഴുത്തുകൊണ്ട് എന്താണ് നിർവഹിക്കാനുള്ളത് എന്ന ചോദ്യത്തിന് എനിക്ക് കിട്ടുന്ന ഉത്തരം, നാം ജീവിക്കുന്ന ഓരോ കാലത്തെയും ചിന്തയെ, വൈജ്ഞാനിക രംഗത്തെ പ്രചോദിപ്പിക്കുന്ന എഴുത്താണോ അതെന്നുള്ളതാണ്. ഇപ്പോൾ ഫൂക്കോയൊക്കെ പറയുന്ന പോലെ ഡിസ്കോഴ്സ് എന്ന വാക്കിലാണ് അദ്ദേഹം പറയുന്നത്. ഓരോ കാലഘട്ടത്തിൻ്റെയും പ്രത്യേകത മനസ്സിലാക്കാൻ ആ കാലത്തെ ഡിസ്കോഴ്സ് പരിശോധിച്ചാൽ മതി എന്നാണ് ഫൂക്കോ പറയുന്നത്. ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ ആ കാലത്തെ ചിന്ത, ആ കാലഘട്ടത്തിലൊരു പുസ്തകം പരിശോധിച്ചാൽ മതി. ആ നിലയിൽ വർത്തമാനകാലത്ത് മലയാള സാഹിത്യത്തെ വൈജ്ഞാനിക പദവിയിലേക്ക് ഉയർത്തുന്ന, അതേസമയം സർഗാത്മകതയുടെ ഏറ്റവും സൂക്ഷ്മതലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന എഴുത്തുകാരൻ ആണ് KP രാമനുണ്ണി എന്നുള്ളത് ഏറ്റവും ആഹ്ലാദകരമായ കാര്യം കൂടിയാണ് ഞങ്ങളുടെ ഈ കമ്മിറ്റിക്ക്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് വളരെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുക. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കേവർക്കും സുപരിചിതനായ മലയാളത്തിൻ്റെ ഏറ്റവും വൈജ്ഞാനിക തേജസ്സുള്ള, പ്രിയപ്പെട്ട എന്ന വാക്കിന് ഉപരിയായി ഞാൻ വൈജ്ഞാനിക തേജസ്സുള്ള സംവിധായകൻ എന്ന് ഞാൻ പറയുകയാണ് KP കുമാരൻ. അദ്ദേഹത്തിൻ്റെ സിനിമകൾ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതായിരിക്കില്ല എന്നുള്ളതാണ് സവിശേഷത. ഒരു ശ്രദ്ധേയമായ കലാപ്രവർത്തനമെന്ന നിലയിൽ സിനിമയെ കാണുകയും പ്രത്യേകിച്ച് PJ ആൻ്റണിയുമായി ബന്ധപ്പെട്ട് PJ ആൻ്റണിയുടെ അഭിനയ വൈഭവത്തെ സിനിമയുടെ പ്രതലത്തിലേക്ക് പ്രകാശിപ്പിച്ച സംവിധായകൻ എന്ന നിലയിലും അതിലുപരി PJ ആൻ്റണി എന്ന് പറയുന്ന കലാകാരനെ ഏറെ സ്നേഹിക്കുകയും അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ ആദരിക്കുകയും ചെയ്യുന്ന സംവിധായകനാണ് KP കുമാരൻ. അദ്ദേഹത്തെ ഇതിൻ്റെ ഉദ്ഘാടകനായി വേണം എന്ന് പറഞ്ഞത് അലിയാർ സാറാണ്. അദ്ദേഹത്തിന് വരാൻ കഴിയുമെങ്കിൽ നമുക്ക് വേറൊരു ഉദ്ഘാടകനേ ഇല്ല, അതുകൊണ്ട് ഞാനൊന്ന് ചോദിച്ചു നോക്കാം, സാറിൻ്റെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അലിയാർ സാർ ചോദിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെയാണ്, അതാണ് ആ PJ ആൻ്റണി എന്ന കലാകാരനോട് അദ്ദേഹത്തിനുള്ള മമതയും അടുപ്പവും ഇഷ്ടവുമെന്ന് നമുക്ക് ആ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായി. അങ്ങനെയുള്ള മലയാളത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ സിനിമാ സംവിധായകൻ ആയ KP കുമാരൻ സാറാണ് നമ്മളുടെ ഉദ്ഘാടകൻ. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. ഈ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നത് സമാനമായ നിലയിൽ പുതിയ തലമുറയിൽ സിനിമ രംഗത്ത് നമ്മളോട് രണ്ട് മികച്ച ചിത്രങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ സംവിധാന വൈഭവം പ്രകടിപ്പിച്ചിട്ടുണ്ട്, ശ്രീ മധുബാൽ. ഞാൻ അദ്ദേഹത്തെ ആദ്യം പരിചയപ്പെടുന്നത് എഴുത്തുകാരൻ എന്ന നിലയിലാണ്. എനിക്ക് അദ്ദേഹം എഴുത്തുകാരൻ എന്ന നിലയിൽ ഏറ്റവും മികവ് പുലർത്തുന്നയാളെന്ന അറിയാനും അങ്ങനെ ഇഷ്ടപ്പെടാനുമാണ് എനിക്ക് താല്പര്യം. വളരെ ശ്രദ്ധേയമായ സംഭാവനകൾ മലയാള ചെറുകഥാരംഗത്തും അതേസമയത്ത് പുതിയ പ്രമേയത്തെ
ഒരുപക്ഷെ മലയാളത്തിൽ സോഷ്യൽ മീഡിയയുടെയൊക്കെ വരവ് നമ്മളൊക്കെ അറിഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് അത് പ്രമേയമാക്കി നോവലെഴുതിയ നോവലിസ്റ്റാണ് ശ്രീ മധുപാൽ. ഏറ്റവും വേഗത്തിലും ഏറ്റവും മുൻപേയും സഞ്ചരിക്കുന്ന ചിന്തയുടെ ഉടമയാണ് അദ്ദേഹം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ എഴുത്തും അദ്ദേഹത്തിൻ്റെ സിനിമകളും ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഒപ്പം ഒരു അഭിനേതാവെന്ന നിലയിലായിരിക്കും ഒരുപക്ഷെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും അദ്ദേഹത്തെ അറിയാവുന്നത്. ഒരു നടൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് രാജീവ് അഞ്ചലിൻ്റെ സിനിമയിലാണെന്ന് തോന്നുന്നു അദ്ദേഹം ആദ്യമായി രംഗപ്രവേശം ചെയ്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ഗസ്റ്റ് റോളിലാണ് അദ്ദേഹം വന്നത് എന്ന് തോന്നുന്നു. കുറച്ച് നിമിഷം കൊണ്ട്, ആ കുറച്ച് സമയത്തെ സാന്നിധ്യം കൊണ്ട് ആ സിനിമയിലെ മുഴുവൻ സാന്നിധ്യമായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കുമാരനാശാൻ പറയുന്ന പോലെ സാധിച്ചു വേഗം അഥവാ നിജജന്മകൃത്യം എന്ന ശ്ലോകത്തിൽ പറയുന്ന പോലെ അനേക കാലം വഴിയിലിരുന്ന് ആളുകളുടെ കാലിന് മുറിവേൽപ്പിക്കുന്ന ഒരു കല്ലിനേക്കാൾ കുറച്ച് നിമിഷം വരുന്ന ഇടിമിന്നലിൻ്റെ ജീവിതം സാർത്ഥകമല്ലേ എന്ന് ചോദിച്ച പോലെ ഒരു സിനിമയിലെ റോൾ, നമ്മളുടെ സാന്നിധ്യം എത്രമാത്രം പ്രസക്തമാണെന്ന് ആ നടൻ്റെ വൈഭവം ആണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ നിലയിൽ പ്രഗത്ഭനായ നടൻ കൂടിയാണ് അദ്ദേഹം. ഈ ചടങ്ങിലേക്ക് വളരെ സ്നേഹപൂർവ്വം വിളിച്ച ആദ്യ ഘട്ടം മുതൽ തന്നെ എല്ലാ ഘട്ടത്തിലും വളരെ സൗമ്യമായും സ്നേഹപൂർവ്വവും ഇടപെട്ട ഒരു കലാകാരൻ അങ്ങനെയാവണം എന്നുള്ളതിൻ്റെ പാഠം കൂടിയാണ് അദ്ദേഹം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തെ വളരെ സ്നേഹാദരങ്ങളോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസാ പ്രഭാഷണം നിർവഹിക്കുന്ന ശ്രീ ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ. എനിക്ക് വർഷങ്ങളായി അദ്ദേഹവുമായി വലിയ അടുപ്പമുണ്ട്. പലതരത്തിൽ ഞങ്ങൾ പലപ്പോഴും ഒന്നിച്ച് കണ്ടിട്ടുണ്ട്. അദ്ദേഹം സമാന നിലയിൽ ഞാനിവിടെ സൂചിപ്പിച്ച പോലെ അദ്ദേഹം മികച്ച നാടകകൃത്താണ്. ആദ്യം അദ്ദേഹം നാടകകൃത്ത്, അതിനുശേഷം മീഡിയ പ്രവർത്തകൻ, പിന്നെയായിരിക്കും ഒരുപക്ഷെ സിനിമ എന്ന് ഞാൻ വിചാരിക്കുന്നു. KPSCയുടെ വളരെ പ്രധാനപ്പെട്ട പല നാടകങ്ങളും നമുക്ക് മുന്നിൽ സംവിധാനം ചെയ്ത് അവതരിപ്പിച്ച നാടകകൃത്താണ്, സംവിധായകനാണ്. അതോടൊപ്പം നമുക്കറിയാമല്ലോ ബാല്യകാല സഖി പോലെയുള്ള സിനിമകൾ വ്യത്യസ്തമായ നിലയിൽ തനിക്ക് മുന്നിലുള്ള വെല്ലുവിളിയെ വ്യത്യസ്തമായ നിലയിൽ സ്വീകരിച്ച്, പ്രത്യേകിച്ച് ഭാരത് ഭവൻ പോലെയുള്ള ഒരു സ്ഥാപനത്തിൻ്റെ സംഘാടകൻ ആയി മെമ്പർ സെക്രട്ടറി ആയിരിക്കുക എന്ന് പറഞ്ഞത് വളരെ ശ്രമകരമായ ജോലിയാണ്. നമുക്കറിയാം അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചാൽ കിട്ടുക എന്ന് പറയുന്നത് തന്നെ അസാധ്യമാണ്. പക്ഷേ ഏതെങ്കിലും സമയത്ത് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഈ പരിപാടിയുടെ ഗംഭീരമായ വിജയത്തിന്, ഞാൻ പറഞ്ഞു നമ്മുടെ സാധാരണ ഉദ്ഘാടന വിളക്കുകൊളുത്തിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ഒന്ന് ആലോചിക്കണേ എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ വ്യത്യസ്തമായ വിളക്കുകൊളുത്തൽ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രതിഭയുടെ പ്രതിഫലനം എല്ലാ പ്രവർത്തനത്തിലുമുണ്ട്. ഞാൻ അധികം സംസാരിച്ച് ഞാനതിൻ്റെ മാധുര്യം കെടുത്തുന്നില്ല. ശ്രീ പ്രമോദ് പയ്യന്നൂർ സാറിനെ ഈ ചടങ്ങിലേക്ക് സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ വളരെ പ്രധാനമാണ് നാട്യഗ്രഹത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള PV ശിവൻ സാറും അതുപോലെ ഇനി കൃതജ്ഞത പറയുന്ന MV ഗോപകുമാർ. ഒപ്പം ഞാൻ ചേർത്ത് അലിയാർ സാറിൻ്റെ പേരൂടെ പറയുന്നത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് പേര് പറഞ്ഞ് സമയം കളയണ്ട എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പറയാൻ മഹത്വമുള്ളവരാണ് ഈ 3 പേരും. ഈ പരിപാടി ആദ്യം ആലോചിച്ചത് നാട്യഗ്രഹവുമായി ചേർന്ന് സംഘടിപ്പിക്കാനാണ്. ഞങ്ങൾ 2 തവണ നാട്യഗ്രഹത്തിൻ്റെ ആലോചനാ യോഗം നടന്നു. അങ്ങനെ രൂപപ്പെടുത്തിയ ഒരു പ്രോഗ്രാമിൻ്റെ പിന്നീട് ഞങ്ങൾ ഭാരത് ഭവനുമായിട്ട് ചേർന്ന് അങ്ങനെ കൂടിയാലോചിച്ച ഒരു പ്രോഗ്രാമിൻ്റെ സഫലമായ തുടക്കമാണ് ഇപ്പോൾ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള നാട്യഗ്രഹത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ PV ശിവൻ അവർകൾ ആശംസാ പ്രഭാഷണം നടത്തുന്നു. അദ്ദേഹത്തെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. കൃതജ്ഞത പറയുന്ന ശ്രീ MV ഗോപകുമാർ, അദ്ദേഹമാണ് നാട്യഗ്രഹത്തിൻ്റെ ചെയർമാൻ. സവിശേഷമായ നിലയിൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ അദ്ദേഹം നടനാണ്. അദ്ദേഹത്തെ നടൻ എന്ന നിലയിലും
സംവിധായകൻ എന്ന നിലയിലുമാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തെയും സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. ഞാൻ സൂചിപ്പിച്ച അലിയാർ സാർ ബാക്കിലിരിപ്പുണ്ട്. മറ്റ് പല നാട്യഗ്രഹത്തിൻ്റെയും ഭാരത് ഭവൻ്റെയും ചുമതലക്കാരുണ്ട്, പ്രേക്ഷകരുണ്ട്. എല്ലാവരും, പ്രധാനം അതാണ്, നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ വിജയം ഇതിൻ്റെ പ്രേക്ഷകരും അതിൻ്റെ സംഘാടകരുമാണ്. എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്നേഹാദരങ്ങളോടെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനായി KP രാമനുണ്ണി സാറിനെ അധ്യക്ഷ പ്രഭാഷണത്തിനായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ലബ്ധപ്രതിഷ്ഠനായ പ്രശസ്തനായ ചലച്ചിത്രകാരൻ ശ്രീ KP കുമാരൻ, നമുക്ക് മുഖ്യപ്രഭാഷണം നടത്താൻ വേണ്ടി എത്തിയിട്ടുള്ള പ്രശസ്ത എഴുത്തുകാരൻ, നടൻ, ചലച്ചിത്രകാരൻ, എൻ്റെ സുഹൃത്തായിട്ടുള്ള മധുപാൽ, സമ്മേളനത്തിന് സ്വാഗതമോദിയ പ്രഗത്ഭനായ എഴുത്തുകാരനും കവിയും മലയാളം അഡ്വൈസറി ബോർഡിൻ്റെ മെമ്പറുമായിട്ടുള്ള സാബു കോട്ടുക്കൽ, ആശംസകൾ നേരാൻ എത്തിയിട്ടുള്ള പ്രഗത്ഭനായ നാടകകൃത്ത്, ചലച്ചിത്രകാരൻ, ഭാരത് ഭവൻ്റെ കാര്യദർശിയുമായിട്ടുള്ള പ്രിയങ്കരനായ ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ, നാട്യഗ്രഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള പ്രിയങ്കരനായ PV ശിവൻ, പ്രിയങ്കരനായ കലാകാരൻ MV ഗോപകുമാർ, ഈ സെമിനാറിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള പ്രഗത്ഭർ ഇവിടെ സദസ്സിലുണ്ട്. ഓരോരുത്തരെയും പേര് പറഞ്ഞ് ഞാൻ അഭിസംബോധന ചെയ്യുന്നില്ല. നമ്മൾ കുറച്ച് സമയം വൈകിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. വിളക്ക് തെളിയിച്ചുകൊണ്ട് ഈ സെമിനാർ ആരംഭിച്ചത് ശരിക്ക് നമ്മുടെ മനസ്സ് നിറയുന്ന ഒരു ചടങ്ങായി മാറി. ഈ ചടങ്ങ് ആലോചിച്ച് ചെയ്ത പ്രമോദ് പയ്യന്നൂരിനും സാബു കോട്ടുകളിലും ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. സത്യത്തിൽ PJ ആൻ്റണിയുടെ ഇൻക്വിലാബിൻ്റെ മക്കളോ മണ്ണോ ഒക്കെ കാണാൻ വേണ്ടി തടിച്ചുകൂടിയ 10,000 ഇപ്പോഴും എൻ്റെ മുന്നിലുണ്ട് എന്നൊരു തോന്നലാണ് എനിക്കത് ഉണ്ടാക്കിയത്. ആ വിളക്ക് തെളിയിക്കുന്ന ആ സമയത്ത് 10,000 തടിച്ചുകൂടിയിട്ടുള്ള PJ ആൻ്റണിയുടെ നാടകത്തിൻ്റെ ഒരു അന്തരീക്ഷം ഇവിടെ സംജാതമായി. ഇത്രത്തോളം ആത്മാർത്ഥതയുള്ള, പ്രതിബദ്ധതയുള്ള, ജീവിതത്തിനോടും മനുഷ്യത്വത്തിനോടും പ്രതിബദ്ധതയുള്ള വലിയ കലാകാരനായിരുന്നു PJ ആൻ്റണി. PJ ആൻ്റണിയുടെ പേരിൽ ശതാബ്ദി സെമിനാറോ സിമ്പോസിയമോ നടത്തേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് യാതൊരു സംശയവും ഉണ്ടായില്ല. 2 ദിവസത്തെ സെമിനാർ തന്നെ നടത്തണം ഞങ്ങൾ തീരുമാനിക്കുകയാണ് ഉണ്ടായത്. കേന്ദ്ര സാഹിത്യ അക്കാദമി ശതാബ്ദിയിലെത്തിയിട്ടുള്ള എഴുത്തുകാരെ, മരിച്ചുപോയവരാണെങ്കിലും ജീവിതത്തിലുള്ളവരാണെങ്കിലും ആഘോഷം നടത്താനുള്ള വകുപ്പുണ്ട്. അതുപ്രകാരം അക്കിത്തത്തിൻ്റെയും PJ ആൻ്റണിയുടെയും ഒക്കെയാണ്, സുകുമാർ അഴീക്കോടിൻ്റെയാണ് ഈ വർഷം 2 ദിവസത്തെ പരിപാടിയായിട്ട് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. PJ ആൻ്റണി എങ്ങനെ പ്രസക്തനാകുന്നു എന്നാണ് നമുക്ക് കൂടുതൽ അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ കൊണ്ടും അദ്ദേഹത്തിൻ്റെ അഭിനയം കൊണ്ടും അദ്ദേഹത്തിൻ്റെ വിപ്ലവോത്മുഖത കൊണ്ടും വ്യക്തിത്വം കൊണ്ടും കൂടുതൽ നമുക്ക് പാഠങ്ങൾ നൽകി പ്രസക്തനായിക്കൊണ്ടിരിക്കുന്ന വലിയ കലാകാരനാണ്. ആ കലാകാരൻ്റെ
ആദരിക്കാൻ ഏറ്റവും അർഹതയുള്ള ഒരു ഉദ്ഘാടകനെയും മുഖ്യപ്രഭാഷകനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കെ പി കുമാരൻ പി ജെ ആൻ്റണിയുടെ ചിന്താഗതികളോട് വളരെയധികം ആഭിമുഖ്യം പുലർത്തുകയും അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്യുകയാണ്. അദ്ദേഹം ഇവിടെ സംസാരിക്കാൻ ഞങ്ങളുടെ ഇതിൻ്റെ മുമ്പുള്ള സംസാരത്തിൽ പറഞ്ഞു, ചില പേരുകളൊക്കെ മറന്നു പോകുന്നുണ്ട്, പക്ഷെ ഞാൻ പി ജെ ആൻ്റണിയുടെ പേരൊരിക്കലും മറന്നു പോവുകയില്ല, ആർക്കും മറക്കാൻ സാധിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ കണ്ടവർക്ക്, അദ്ദേഹത്തെ വ്യക്തിപരമായി പരിചയപ്പെട്ടവർക്ക്, അദ്ദേഹത്തിൻ്റെ വിപ്ലവോന്മുഖതയുടെ ചൂട് സ്പർശിച്ചറിഞ്ഞവർക്ക് പി ജെ ആൻ്റണിയെ ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കുകയില്ല. മധുപാല്, അദ്ദേഹം എല്ലാ കലാരൂപങ്ങളോടും സിനിമയിലേക്ക് വന്നാലും സാഹിത്യത്തിനോട് ഇപ്പോഴും ഇത്ര ആഭിമുഖ്യവും സ്നേഹവും ആദരവും പുലർത്തുന്ന ആൾക്കാർ വളരെ ചുരുക്കേ സിനിമാ രംഗത്ത് എൻ്റെ സുഹൃത്തായിട്ടുള്ള മധുപാലിനെ പോലെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ വളരെ സാർത്ഥകമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ നാട്യഗ്രഹത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഈ അനുസ്മരണ സമ്മേളനങ്ങൾ നടത്തുന്ന സമയത്ത് അനുസ്മരിക്കപ്പെടുന്ന ആളുണ്ടല്ലോ, അദ്ദേഹം വർത്തമാനകാലത്ത് ജീവിക്കുന്ന ആളായിരിക്കണം, പഴയകാലത്തെ ആളായിരിക്കരുത്. പി ജെ ആൻ്റണി ശാരീരികമായി നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയെങ്കിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വർത്തമാനകാലത്ത് പ്രവർത്തനനിരതമാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ ഇന്നത്തെ കാലത്തിനോട് പറയാനുണ്ട്. രൂക്ഷമായ ഭാഷയിൽ തന്നെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് നിർണായകമായിട്ടുള്ള കാര്യം. പി ജെ ആൻ്റണിയുടെ അധസ്ഥിതരോടുള്ള ആഭിമുഖ്യം, കീഴാളരെ ഉയർത്തിക്കൊണ്ടുവരാൻ സാമൂഹ്യ പ്രതിബദ്ധമായിട്ടുള്ള കലാരംഗം, ഇതെല്ലാം നാം മുന്നിൽ കാണുന്നു, പുറമേ കാണുന്നു. അതിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ തത്വശാസ്ത്രപരമായ സമീപനം എങ്ങനെയുള്ള ജീവിതം എന്നതാണ്. നിങ്ങൾക്ക് യഥാർത്ഥ ജീവിതമാണോ വ്യാജമായ ജീവിതമാണോ നയിക്കേണ്ടത് എന്ന ചോദ്യം ചോദിക്കുകയാണ് അദ്ദേഹം എല്ലാ പ്രവർത്തനങ്ങളിൽ കൂടിയും, തൻ്റെ കലാപരമായ പ്രവർത്തനങ്ങളിൽ കൂടിയും ജീവിതത്തിൽ കൂടിയും ചെയ്തിട്ടില്ല. അദ്ദേഹം ഒരു നിമിഷം പോലും വ്യാജമായ ഒരു ജീവിതം നയിച്ചിട്ടില്ല എന്ന്. യഥാർത്ഥ മനുഷ്യനായിട്ടാണ് അദ്ദേഹം മനുഷ്യത്വത്തോടു കൂടിയാണ് ജീവിച്ചത്. നമ്മുടെ ഇന്നത്തെ അവസ്ഥ, ഓരോ നിമിഷവും നാം വ്യാജരായി ജീവിക്കാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഈ കാലത്ത് ഈ വ്യാജ ജീവിതത്തെ തിരസ്കരിച്ചുകൊണ്ട് കുറച്ചെങ്കിലും യഥാർത്ഥ ജീവിതത്തെ തിരിച്ചു പിടിക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നാം പി ജെ ആൻ്റണിയെ ഓർക്കുന്നത്. അദ്ദേഹം നമ്മുടെ കൂടെ യഥാർത്ഥ ജീവിതത്തിന് വേണ്ടി വ്യാജ ജീവിതത്തെ തിരസ്കരിച്ചുകൊണ്ട് പിന്നെ അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ സമകാലീനരായിട്ടുള്ള പിന്നെ കഥാകാരന്മാരെയും നാടകൃത്തുക്കളെയൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ച് സ്മരിക്കപ്പെടുന്നത് പി ജെ ആൻ്റണിയാണോ, കുറച്ച് എഴുതപ്പെട്ടിട്ടുള്ള പി ജെ ആൻ്റണിയെ പറ്റിയിട്ടാണോ എന്ന് തോന്നുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് എനിക്ക് തോന്നി. ആലോചിച്ച സമയത്ത് അദ്ദേഹത്തെ തൊട്ടാ പൊള്ളും എന്നതുകൊണ്ടാണ്. നമുക്കും അദ്ദേഹത്തെ പറ്റി ആലോചിക്കുമെന്ന സമയത്ത് ഒരു വിരൽ നമുക്ക് നേരെ ചൂണ്ടി വരും. നിങ്ങൾ ഒരു യഥാർത്ഥ ജീവിതമാണോ ചോദിക്കുന്നത്? നമ്മൾ ചൂളിപ്പോകും. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം നമുക്ക് അഭിമുഖീകരിക്കാൻ വിഷമമുണ്ട്. ഒരു നിരൂപകന് പി ജെ ആൻ്റണിയെ പറ്റി എഴുതുന്ന സമയത്ത് കൈവിറച്ചു പോകും. കാരണം അദ്ദേഹം വേദിയിൽ മാത്രം വിപ്ലവം പ്രവർത്തിക്കുകയും പാവപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കുകയും സ്വകാര്യ ജീവിതത്തിൽ ആ ചെരുപ്പ് പുറത്തെഴിച്ചു വെച്ചിട്ട് മറ്റൊരു വ്യാജമായിട്ടുള്ള കോംപ്രമൈസിൻ്റെ ഒരു ജീവിതം സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള ആളായിരുന്നില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നാം ഇന്ന് സൗകര്യപ്രദമായിട്ട് ചെയ്യുന്നൊരു കാര്യം, പി ജെ ആൻ്റണീനെ നാം പിന്നെ നിർമാല്യത്തിലെ വെളിച്ചപ്പാടിൻ്റെ ഒരു ഷോട്ടിലേക്ക് റെഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ ചുമരിൻ്റെ ഭിത്തിയിൽ ആണിയടിച്ചുറപ്പിച്ചിരിക്കുക. ഇന്ന് പി ജെ ആൻ്റണി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നിർമാല്യത്തിലെ വെളിച്ചപ്പാട് എന്ന് മാത്രമേ അറിയൂ എന്നുള്ള. പുതിയ തലമുറക്കാർക്ക് അല്ല, പഴയ തലമുറക്കാർക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. അതിലേക്ക് നമ്മൾ ആ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുക. കാരണം മറ്റോടത്തേക്ക് കടന്ന് നമുക്ക് പൊള്ളിപ്പോകുമെന്നുകൊണ്ടാണ് നാം അതിലേക്ക് കടക്കാത്തത് എന്നാണ്. അദ്ദേഹം എത്ര KPSCയുടെ നാടകങ്ങൾ, ഏറ്റവും പ്രശസ്തമായ നാടകങ്ങളുടെ നാടകൃത്തായിരുന്നു, കഥാകാരനായിരുന്നു, നോവലിസ്റ്റായിരുന്നു, വിപ്ലവകാരിയായിരുന്നു. ആത്യന്തികമായി ആത്മാർത്ഥതയുള്ള മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം.
ഇതെല്ലാം തിരസ്കരിക്കാൻ നാം മറക്കാൻ കാരണം അത് നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്നു, നമ്മളെ കുറ്റബോധമുള്ളവരാക്കുന്നു എന്നതുകൊണ്ടാണ്. ഇന്നത്തെ അവസ്ഥയിൽ വ്യാജമായ ജീവിതം കൊണ്ട് ഈ ലോകം തന്നെ മുടിഞ്ഞു പോകുമോ, മനുഷ്യരാശി തന്നെ അസ്തമിക്കുമോ എന്ന് സംശയമുള്ള സമയത്ത് പി ജെ ആൻ്റണിയുടെ ആത്മാർത്ഥതയും മനുഷ്യത്വവും തിരിച്ചു പിടിക്കുക എന്നൊരു ദൗത്യം കൂടി നമുക്കുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് 54 വയസ്സുവരെ അദ്ദേഹം ജീവിച്ചിട്ടുള്ളൂ. നമ്മൾക്ക് അത്ഭുതപ്പെട്ടു. 54 വയസ്സെന്നൊക്കെ ഒന്നു ഇന്ന് 40 വയസ്സായാലും 35 വയസ്സായാലും പിള്ളേരെന്ന് അവരെ വിളിക്കും, അമ്മമാർ പേസ്റ്റ് ബ്രഷിൽ എടുത്തു കൊടുക്കണം. 30 വയസ്സായിട്ടുള്ള മഹാന്മാർക്കൊക്കെ എന്നല്ല, ശങ്കരാചാര്യ കപ്പളയ്ക്ക് സർവജ്ഞപീഠം കയറിക്കഴിഞ്ഞു. അങ്ങനെ നാം അപക്വരായി മാറിക്കൊണ്ടിരിക്കുക. കുറേ വിവരം തലയിലേറ്റി നടക്കണമെങ്കിലും നമ്മുടെ വ്യക്തിത്വമെല്ലാം ദുർബലമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. 54 വയസ്സാകുമ്പോഴേക്ക് മനുഷ്യത്വത്തിൻ്റെ പരമോന്നതമായ പീഠത്തിൽ ഇറങ്ങിക്കൊണ്ട് കയറിക്കൊണ്ട് കാണാണ് ഇത്രയധികം സംഭാവനകൾ നൽകി അദ്ദേഹം മരിച്ചുപോയത് നമുക്കറിയാൻ പറ്റും. അദ്ദേഹത്തിന് സർഗാത്മക പ്രവർത്തനം ഒരു വിശ്രമവേളയിലെ വിനോദപ്രവൃത്തി ആയിരുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കുടുംബം ഉപേക്ഷിച്ചവരുണ്ട് കവിതയ്ക്ക് വേണ്ടി, പീനെ പോലെയുള്ളവർ, വൈലോപ്പിള്ളിയെ പോലെ ഉണ്ട്. അദ്ദേഹം കുടുംബം ഉപേക്ഷിച്ചില്ല, കുടുംബത്തിൽ തന്നെ തൻ്റെ പങ്കാളിയെ നാടകരംഗത്തുകൊണ്ട് കുടുംബത്തെ സംരക്ഷിക്കുന്ന കൂട്ടത്തന്നെ കുടുംബജീവിതത്തിൻ്റെ സൗഖ്യങ്ങളെല്ലാം തിരസ്കരിച്ചുകൊണ്ട് അരങ്ങിനു വേണ്ടി ജീവിച്ചിട്ടുള്ള ആളായിരുന്നു. അരങ്ങായിരുന്നു അദ്ദേഹത്തിന് ജീവിതം. കാരണം യഥാർത്ഥ കലാപരമായ ജീവിതം അരങ്ങിലാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. നാടകാന്തം കവിത്വം എന്നാണ് പറയാറുള്ളൂ. കവിത്വത്തിൻ്റെ അവസാന വാക്ക് തന്നെയാണ് നാടകം. നാടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് സാബുനൊക്കെ അറിയണ്ടാവും, നാടകം ആഖ്യാനമല്ല എന്ന് പറയാറ്. നാടകം നേരിട്ട് ജീവിതമായിട്ടില്ല, അതിൻ്റെ പിറകിലൊരു ആഖ്യാതാവ് ഒളിഞ്ഞിരിക്കുന്നില്ല, ഒരു ഏജൻ്റില്ല. മറ്റ് കഥയിലും കവിതയിലൊക്കെയാണ് ഒരു ഏജൻ്റാണ് പറയുന്നത്, മറ്റത് നേരിട്ട് ജീവിതമാണ് സംവദിക്കുന്നത്. അതാണ് നാടകം. ഒരു ആഖ്യാനമല്ല. തത്വശാസ്ത്രപരമായിട്ട് തന്നെ സൗന്ദര്യശാസ്ത്രപരമായിട്ട് തന്നെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും, നാടകം ഒരു ആഖ്യാനമല്ല, അത് നേരിട്ട് പച്ചയായ ജീവിതവുമായിട്ടുള്ള നേരിട്ടുള്ള സംവേദനമാണ്. അങ്ങനെ ഉള്ള ഒരു കലാരംഗത്തിൽ കൂടെ അധസ്ഥിതരുടെ ജീവിതം, പാവപ്പെട്ടവരുടെ ജീവിതം, അവർക്ക് വേണ്ടി സ്റ്റേജിൽ മാത്രം സംസാരിക്കാതെ ജീവിതത്തിലും സംസാരിക്കുന്ന എഴുത്തുകാരനായിരുന്നു, നാടകകൃത്തായിരുന്നു അദ്ദേഹം. പിന്നെ ഹാർമോണിയക്കാരനെ നാടകത്തിൻ്റെ ഇടയിൽ വേറൊരു ഇടനിലക്കാരൻ വേണ്ടാണല്ലോ, എനിക്ക് ഹാർമോണിയക്കാരന് വലിയ വിവാദമായി. മറ്റ് ഹാർമോണിയക്കാരൻ ഏത് ദാരുണ രംഗമുള്ളപ്പോഴും നിസ്സംഗനായിട്ട് ഹാർമോണിയം വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അതിൻ്റെ അദ്ദേഹത്തെ നേരെ ഹാർമോണിയക്കാരനെ പിറകിലേക്ക് പിടിച്ച് തള്ളി മാറ്റിയിട്ട് നാടകത്തെ ജീവിതവുമായി അടുപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ആദ്യം മേക്കപ്പിട്ടുള്ള ഒരു നാടകം നടത്തണം എന്നാണ് ആ നാടകത്തിലൊരു മര്യാദ. ജി ശങ്കരക്കുറുപ്പിനോടൊക്കെ ഒരു 2 വാക്ക് പറയാൻ ഒരാളും ആ കാലത്ത് ധൈര്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. കവി വ്യക്തിത്വമല്ല, അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം തന്നെ നമ്മളെ മുന്നിലുള്ളവരെ ചൂളിപ്പോകുന്ന മാതിരിയാണ്. വയസ്സാവുന്നിടത്തോളം സൗന്ദര്യം കൂടിയിട്ടുള്ളൊരു എഴുത്തുകാരൻ കേരളത്തിലുണ്ടായിരുന്നു ജി മാത്രമേ ഉള്ളൂ ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ. വയസ്സാവുന്നിടത്തോളം ആ തേജസ്സും സൗന്ദര്യം കൂടി വരും. അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തിൻ്റെ മുന്നിൽ ഒരാളും സംശയിച്ചില്ല. എഴിക്കോട് മാഷിനെ ദൂരത്തിരുന്നിട്ടാണ് വിമർശിക്കപ്പെടുന്നു എന്നുള്ള പുസ്തകം നേരിട്ട് പോയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെയുള്ള ഒരാളോട് ഈ മേക്കപ്പെട്ടവളെ പിന്നെ നാടകത്തിൻ്റെ ആൾക്കാരെ ആദ്യം ക്ഷണിക്കണമെന്നുള്ള ലംഘിച്ചതിൻ്റെ പേരിൽ നിങ്ങളെൻ്റെ ഗുരു ഒന്നുമില്ല, നിങ്ങളുടെ ഗുരുശാപമൊന്നും ഏൽക്കില്ല വന്ന് തട്ടിക്കയറാനുള്ള ആർജവം കാണിച്ചിട്ടുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് EMS അദ്ദേഹത്തെ പറ്റി പറഞ്ഞ് പി ജെയുടെ ജീവിതം ഒരു ആഹ്വാനമായിരുന്നു. എന്തിനുള്ള ആഹ്വാനമായിരുന്നു? വിപ്ലവോന്മുഖമായ ഒരു ജീവിതത്തിനുള്ള ആഹ്വാനമായിരുന്നു, മനുഷ്യത്വത്തിനുള്ള ആഹ്വാനമായിരുന്നു അദ്ദേഹത്തിൻ്റെ. തോപ്പിൽ ഭാസിയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നത് വലിയൊരു വിപ്ലവകരമായ മാറ്റം നടത്തിയ പോലെ തന്നെ ഇൻക്ലാബിൻ്റെ മക്കളും അതേപോലെ തന്നെ EMS പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വിപ്ലവപരമായിട്ടുള്ള ഉള്ളടക്കം മാത്രമല്ല, കലാസൗന്ദര്യം. അദ്ദേഹം ഒടുക്കം പറഞ്ഞല്ലോ, കലയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞത് കല വെറുതെ മുദ്രാവാക്യ കലയായിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. വലിയ തർക്കം അവസാനിപ്പിച്ച് EMS തന്നെ പറഞ്ഞു,
കലയ്ക്ക് വേണ്ടി ആവുന്ന സമയത്ത് തന്നെ അത് സാമൂഹ്യ പ്രതിബദ്ധമാകും. അതുകൊണ്ടാണ് EMS എടുത്തു പറഞ്ഞ് വിപ്ലവകരമായ ഉള്ളടക്കം മാത്രമല്ല കലാസൗന്ദര്യവും ഒരുമിച്ചിരുന്നു അതിൻ്റെ അകത്തു എന്നുള്ളത്. വെട്ടിത്തുറന്ന് സംസാരിക്കാൻ എന്ത് കാര്യവും വെട്ടിത്തുറന്ന്, കാരണം വെട്ടിത്തുറന്ന് സംസാരിക്കാനാണ് ഭാഷ. ശരിയായ വിവരങ്ങൾ സത്യം പറയാനാണ് ഭാഷ. മനുഷ്യന് ഭാഷ, മർത്യഭാഷ സത്യം പറയാനാണ്, കളവ് പറയാനല്ല. ഉള്ളിലൊന്ന് വിചാരിച്ചിട്ട് മറ്റൊന്ന് പറയും. നമ്മളിന്ന് എന്താ, നമ്മുടെ വാക്കിൻ്റെ ഓരോ ദിവസവും ഉച്ചരിക്കുന്ന വാക്കിൽ 80% കളവാണ് നമ്മൾ പറയും. ഉള്ളിലുള്ളത് നമ്മൾ പറയുന്നില്ല, കോംപ്രമൈസ് ചെയ്ത് ഒളിച്ചു വെച്ചിട്ടാണ്. അതിന് ആ കാലത്തിനാണ് സത്യാനന്തര കാലം എന്നാണല്ലോ നല്ല മനോഹരമായ പേരിട്ട് വിളിക്കും. സത്യാനന്തര കാലം എന്ന് പറഞ്ഞാൽ പച്ച കളവ് പറയുന്ന കാലം എന്നാ. മനുഷ്യനെ മനുഷ്യനാക്കുന്ന മർത്യഭാഷ സത്യം പറയാനുള്ളതാണ്. അത് കളവ് പറയാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ലോകം മുടിയും. അതാണ് ഇപ്പം മുടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഭാഷയുടെ ദുരുപയോഗമാണ്. മനുഷ്യനെ മനുഷ്യനാക്കിയിട്ടുള്ള ഏറ്റവും വലിയ സിദ്ധിയെ നാം വ്യഭിചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് 1% പോലും വ്യഭിചരിക്കാത്ത മഹാനായ കലാകാരനായിരുന്നു PJ ആൻ്റണി. നവോത്ഥാന മൂല്യങ്ങളിലെ വിശ്വാസം, അതോടുകൂടിയിട്ടുള്ള വിപ്ലവോന്മുഖത, ജെറൂസലേമിൽ ദേവാലയത്തിൽ ചുഴലിക്കാറ്റായ ആഞ്ഞടിച്ച യേശുദേവൻ്റെ ആ ഒരു പ്രതീകം നമുക്ക് PJ ആൻ്റണിയിൽ കാണാൻ പറ്റും. പക്ഷേ പള്ളിയിലച്ചന്മാർ എത്ര ലോഗ്യം പറഞ്ഞ് വിളിച്ചിട്ട് തട്ടിപ്പ് പറഞ്ഞാലും ഉപരി പള്ളി കയറാൻ അദ്ദേഹത്തിന് ഫ്ലൈറ്റിൽ പോകുന്ന സമയത്തിൽ വിമാനത്തിലൊക്കെ കയറി പോവല്ലേ ആൻ്റണി, നീ ഒന്ന് പള്ളി കയറി പ്രാർത്ഥിച്ചു പറഞ്ഞപ്പോൾ അച്ഛനോട്, അച്ഛോ ആ തട്ടിപ്പൊക്കെ കയ്യിലിരുന്നോട്ടെ, പള്ളിയിൽ ശരിയായ ഈശ്വരനുണ്ടോ? അദ്ദേഹം പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട ആഴമുള്ളൊരു വാചകമാണ് അന്ന് PJ ആൻ്റണി പറഞ്ഞു. ഞാനൊരു നിരീശ്വരവാദിയല്ല, ഞാനൊരു ഈശ്വരവാദിയാണ്. പക്ഷേ ഞാൻ ഇരിക്കുന്നിടത്ത് എപ്പോൾ എനിക്ക് ഈശ്വരനില്ല എന്ന് തോന്നുമ്പോൾ അപ്പം ഞാൻ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചോളാം എന്നാണ് പറഞ്ഞത്. ഇത് ഗുരുദേവൻ സഹോദരൻ അയ്യപ്പനെ പറ്റി പറഞ്ഞല്ലോ. സഹോദരൻ അയ്യപ്പൻ ഇങ്ങനെ ഈശ്വരനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ളവരോട് പറഞ്ഞു, അയ്യപ്പൻ അങ്ങനെ പറഞ്ഞോട്ടെ, പക്ഷേ അയ്യപ്പൻ്റെ പ്രവൃത്തിയിൽ ഈശ്വരനുണ്ട്. അതുമാതിരിയാണ് PJ ആൻ്റണിക്കെല്ലാം ഉറപ്പുണ്ട്, താനിരിക്കുന്നിടത്ത് ഈശ്വരനുണ്ട്. ആ ഈശ്വരനെ തെരഞ്ഞിട്ട് അതിനെ പലപ്പോഴും അധികാരം ഉപയോഗിച്ചിട്ട് വെടക്കാക്കാൻ ശ്രമിക്കുന്ന പള്ളികളിൽ കയറി ചെല്ലണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ആഴമുള്ള അർത്ഥമതായിരുന്നു. ജീവിച്ചിരിക്കെ 2ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കുക. അദ്ദേഹം പഠിക്കുന്ന കാലത്ത് പഠിക്കാനും ജോലി ആടാനൊന്നും പോയില്ല. അരങ്ങന്നെയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. നാവികസേനയിൽ ചേർന്നു. അവിടെ നാടകക്കാരനായിട്ടാണ് ഉണ്ടായത്. നാവികസേനയെ ധിക്കരിച്ചുകൊണ്ടുള്ള നിലപാടെടുത്തപ്പോൾ അതിന് പുറത്താക്കപ്പെട്ടു. 2ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തു. വിമോചന സമരത്തിനെ എതിർത്ത് നാടകം എഴുതി. അടിയന്തരാവസ്ഥയ്ക്കെതിരെ കാളരാത്രി എഴുതി. നമുക്ക് ആദ്യമായിട്ട് കേരളത്തിലേക്ക് ഭാരത് അവാർഡ് കൊണ്ടുവരികയും ചെയ്തിട്ടാണ് 54-ാം വയസ്സിൽ അദ്ദേഹം മരിച്ചുപോയത്. ഇൻകുലാബിൻ്റെ മക്കൾ അരങ്ങേറുന്ന സമയത്ത് അത് നിരോധിച്ചു. 7ാമത്തെ പ്രാവശ്യത്തെയാണ് നിരോധിച്ചത്. 10,000-ങ്ങളാണ് ഉണ്ടായിരുന്നത് കാണാൻ വേണ്ടിയിട്ട് വന്നത്. മനുഷ്യനെ വരിഞ്ഞു കെട്ടുന്ന ചങ്ങലകളിൽ നിന്ന് അവനെ വിട്ടിട്ട് അവൻ വിമോചിതാവാൻ ശ്രമിക്കുന്ന സമയത്ത് ദൈവത്തെയും പള്ളിയെയും വിശ്വാസത്തെയും പറഞ്ഞ് അവനെ കൂച്ചുവിലടങ്ങുന്നതിനായിട്ടുള്ള വ്യാജമായിട്ടുള്ള ഈശ്വര വിശ്വാസത്തോടായിരുന്നു PJ ആൻ്റണിയുടെ എതിർപ്പ്. ഈ പ്രപഞ്ചത്തിൻ്റെ പൊരുൾ നീതിയുടെ മൂർത്തിമദ്ഭാവമായിട്ടുള്ള യേശുദേവൻ വിശ്വസിച്ചിട്ടുള്ള ദൈവത്തിൽ അദ്ദേഹം വിശ്വസിക്കുക തന്നെയായിരുന്നു. ഞാനൊരു ഈശ്വരവാദിയാണ് എന്ന് പറഞ്ഞതിൻ്റെയും ഒരു പൊരുളാണ് അതിൻ്റെ അകത്തുള്ളത്. കൂടുതൽ നീട്ടിപ്പറയുന്നില്ല. പ്രധാനപ്പെട്ട് പറഞ്ഞു പോയത്, ഇറങ്ങിക്കഴിഞ്ഞു പോയാൽ അയ്യോ അത് പറഞ്ഞല്ലോ PJ ആൻ്റണിയോട് വലിയ കുറ്റാണല്ലോ ചെയ്തു, അതുകൊണ്ടാണ് കുറച്ച് ഞാൻ നോട്ട് ബുക്കിൽ. പക്ഷേ ഇതിപ്പോൾ മുഴുവൻ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്, സമയം വൈകിട്ടാണ്. അദ്ദേഹത്തിന് ഭാരത് അവാർഡ് കിട്ടിയ സമയത്തുണ്ടായ ചില പ്രതികരണങ്ങൾ, എങ്ങനെയാണ് ഒരു വ്യാജമല്ലാത്ത ജീവിതം നയിക്കുക എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇപ്പോൾ അവാർഡ് കിട്ടിയപ്പോൾ നിറച്ച ആൾക്കാർ കയറി വരലും വീട്ടിലേക്ക് ചായ ഉണ്ടാക്കി കൊടുത്താലുള്ള പഞ്ചസാര വാങ്ങാനും കൂടി പൈസ ഇല്ലാത്ത സമയത്താണ് അവാർഡ് കിട്ടിയത് എന്ന കാര്യം അദ്ദേഹം തുറന്നു പറഞ്ഞു. മാത്രമല്ല അവാർഡിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് അവാർഡ് MTQ ഉണ്ടായിരുന്നല്ലോ, MTയും കൂടി ഉണ്ടായിരുന്നല്ലോ.
കൂടിയിട്ട് മൂവാറ്റുപുഴയുള്ള ഒരു പരിപാടി വെച്ച് നടത്തിയപ്പോൾ അവാർഡിനെ അടക്കം അദ്ദേഹം അധിക്ഷേപിച്ചു. കാരണം അതിൽ പൈസ ആ കാലത്ത് ആ അവാർഡിന് പൈസ ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി എന്തോ കളിച്ചിട്ടാണല്ലോ സംബന്ധിച്ച് ഇത് പബ്ലിക്കായിട്ട് അതിനെപ്പറ്റി എതിരായിട്ട് പറഞ്ഞു. ബോംബെയുള്ള മലയാളി അസോസിയേഷൻ വലിയ ഫ്ലൈറ്റൊക്കെ പിടിച്ച് അദ്ദേഹത്തെ 5 സ്റ്റാർ ഹോട്ടലിലെ ഏർപ്പാടൊക്കെ ആക്കിയിട്ട് വലിയ ആഘോഷമായിട്ട് ഇവർ രണ്ടുപേരും കൂടി അവിടെ പോയി. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു പുച്ഛത്തോടു കൂടിയാണ് ഈ ആർഭാടത്തൊക്കെ കാണുക. കാരണം അദ്ദേഹം ഇങ്ങനെ ആർഭാടം കാണുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത ഇരിക്കുന്നവൻ്റെ ചിത്രമാണ് അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ വരുന്നത്. അതാണ് അദ്ദേഹം യഥാർത്ഥ മനുഷ്യനാണെന്ന് പറയുന്നത്. യഥാർത്ഥ മനുഷ്യൻ എങ്ങു മനുഷ്യന് കൈകളിൽ ചങ്ങല അങ്ങൻ കയ്യുകൾ നൊന്തിയിടുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. പാലസ്തീനിൽ ഇപ്പം തൽക്കാലം ഇപ്പം ഇന്ന് യുദ്ധം അവസാനിച്ചുകൊണ്ട് അവിടെ കുട്ടികൾ പട്ടിണി കിടക്കുന്ന സമയത്ത് വയറ് നിറച്ച് ഉണ്ണാൻ പറ്റുന്നുണ്ടെങ്കിൽ അവൻ മനുഷ്യനല്ലാന്ന്. ദർ ഈസ് എ ഡീഗ്രഡേഷൻ ഇൻ ദി പ്രോസസ് ഓഫ് എവല്യൂഷൻ. അതാണ് സംഭവിച്ചു. മനുഷ്യനല്ലാതെ മാറിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ അക്രമം നടക്കുമ്പോൾ നോക്കിയിരിക്കുക. 2ാം ലോകയുദ്ധത്തിൻ്റെ കാലത്തും കൂടിയും ഒരു രാഷ്ട്രം അതിക്രമം കാണിക്കുമ്പോൾ നിർത്ത് എന്ന് പറയാനുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ഒരു രാഷ്ട്രവും പറയുന്നില്ല നിർത്തുന്ന്. അവനവൻ്റെ താല്പര്യം മാത്രമാണ്. ട്രംപ് ഓരോ കോമാളിത്തം കളിക്കുന്നു അവിടെ ഇരുന്നിട്ട് മാത്രം. എന്നാലോ ഇസ്രായേലുകാരെ സപ്പോർട്ട് ചെയ്യുന്ന ട്രീറ്റിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ മനുഷ്യത്വമില്ലാതിരിക്കുക, മറ്റുള്ളവൻ്റെ വേദന അറിയാതിരിക്കുന്ന അപമാനവികമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വം വന്ന് തെളിഞ്ഞു. തന്നെ കൊണ്ടുപോയ സമയത്ത് പുച്ഛത്തോട് അന്ന് അഴകേശൻ എന്ന് പറഞ്ഞൊരു പാർട്ടി അവിടെ വന്ന് പിന്നിൽ നിൽക്കുന്ന സമയത്ത് അഴകേശനെ കെട്ടിപ്പിടിച്ചു പോയി. അഴകേശൻ്റെ വീട്ടിലേക്ക് ടാക്സി പിടിച്ചങ്ങ് പോവുകയും ചെയ്തു. ഇവരെ വലിയ 5 സ്റ്റാറൊക്കെ തിരസ്കരിച്ച്. അദ്ദേഹം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ പട്ടിണി കടന്ന് റോട്ടിൽ കടന്നപ്പോൾ നിങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അഴകേശനാണ് ഉണ്ടായിരുന്നത്. ഇതാണ് ഓർമ്മ ഉണ്ടായിരിക്കുക. ഇതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പോഴത്തെ പളപളപ്പിൽ പഴയത് മറന്നു പോകുന്നവനല്ല മനുഷ്യൻ. ഇതാണ് PJ ആൻ്റണിയെ മഹാനാക്കി മാറ്റിയത്. അദ്ദേഹം MTയുടെ കൂടെ ഇതിലൊന്നും പെടാതെ വൈകുന്നേരം 2 പേരും കൂടി കടപ്പുറത്ത് പോയിരുന്നു. പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച ഒരു ചിത്രം നമുക്ക് ഉണ്ട്. വളരെ ധിക്കാരിയായിരുന്നു അദ്ദേഹം. ഒരു നടൻ, വലിയ പ്രമുഖ നടൻ, മൂപ്പര് മേക്കപ്പ് ഇട്ടിരിക്കുക, വന്നിട്ടില്ല, നേരെ അങ്ങനെ വഴുകിപ്പോവുക. അപ്പോൾ മൂപ്പര് പൊട്ടിത്തെറിച്ച് പറയും, ഇവനൊക്കെ മുഖം കൊണ്ട് കാണിക്കുന്ന ഭാവാഭിനെ ഞാൻ എൻ്റെ ആസനം കൊണ്ട് കാണിച്ചു തരാം. എന്തൊരു ശരിയാണ്. എത്ര വലിയ നടന്മാർ എങ്കിലും ആ PJൻ്റെ ഏതെങ്കിലും ഒരു ശരീരത്തിൻ്റെ ഭാഗം മതി മറ്റുള്ളവരെ എങ്ങനെയൊക്കെ അഭിനയിക്കുന്നതിനും ഇടാൻ വേണ്ടി. ആ കലാകാരൻ എന്ന ആത്മവിശ്വാസവും അത്